നമസ്കാരം. പ്രമോദ് പെരുമ്പായിക്കാട്. ഇന്നത്തെ ഈ വീഡിയോ ഒരു വലിയൊരു ഭയാനകമായ ഒരു സ്കാമിനെ കുറിച്ചാണ്. പൊതുജനങ്ങളെ മൊത്തം ഇന്ത്യയിലുള്ള 130 കോടി ജനങ്ങളെ ഒന്നിച്ച് പറ്റിച്ച ഒരു പരിപാടിയാണ് ഇലക്ട്രൽ ബോണ്ട്. ഈ വാക്കിൻ്റെ അർത്ഥം പലർക്കും മനസ്സിലാവില്ല. 2019 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും ഞാൻ പത്രത്തിൽ വായിച്ചു, TV ന്യൂസിലൊക്കെ ആണെങ്കിലും അന്നും എനിക്ക് കാര്യമായിട്ട് മനസ്സിലായില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതെന്തോ ഗവൺമെൻറ് എന്തോ ഒരു ഫണ്ട് പിരിക്കുന്ന പരിപാടി എന്തോ എന്നൊക്കെ വിചാരിച്ച് അങ്ങ് വിട്ടുകളഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിനകത്ത് ഉടായിപ്പ് എന്താണെന്ന് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഗവൺമെൻറ്, ഈ BJP ഗവൺമെൻറ്, വിശ്വഗുരുവായ മോഡിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് നമ്മളെ പറ്റിച്ച് പാളയെ കിടത്തി നമ്മുടെ കാശ് ഊറ്റുകയായിരുന്നു. എന്നിട്ട് ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് കൈക്കൂലി എന്ന് പറയുന്ന സാധനം, അല്ലെ ബ്രൈബ് എന്ന് പറയുന്ന സാധനം വാങ്ങിച്ച് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയായിരുന്നു, അവരുടെ ബിസിനസ് വലുതാക്കാൻ വേണ്ടിയിട്ട്. ഞാനൊന്ന് വിശദീകരിക്കട്ടെ. 16,000 കോടി രൂപയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്. ആരും അറിയാതെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പോലും അവിടെ ചെന്ന് ഈ പൈസയുടെ സോഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇത് ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തെന്ന് ചോദിക്കാനുള്ള അവകാശമില്ല. അപ്പോൾ വലിയ വലിയ കമ്പനിക്കാർക്ക് എത്ര കോടി വേണമെങ്കിലും ബോണ്ടെന്ന് പറയുന്ന ഉണ്ട വഴി ആർക്ക് വേണമെങ്കിലും പൈസ കൊടുക്കാം, ആരും ചോദിക്കത്തില്ല. അവരുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ് എഴുതി മാത്രം വെച്ചാൽ മതി. ഇതെവിടെ പോകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതെന്തിനാണ് കൊടുക്കുന്നത്? പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഡൊണേഷൻ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ, അത് വർഷങ്ങളായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ ഉണ്ടായ കാലത്തൊട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തൊട്ടുള്ളതാണ്. ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ സംഭാവന സ്വീകരിക്കും, ഇലക്ഷൻ സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ. പിന്നെന്തിനാണ് ഇങ്ങനൊരു സാധനം കൊണ്ടുവന്നത്? അതാ ഞാൻ പറഞ്ഞത്, നിയമപരമായിട്ട് കൈക്കൂലി വാങ്ങിക്കാനുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലിപ്പം, അതായത് കഴിഞ്ഞ മാസം വരെ ഈ ബ്രൈബ്, കൈക്കൂലി വാങ്ങിക്കുക എന്ന് പറയുന്നത് നിയമപരമായിരുന്നു. കഴിഞ്ഞ 2019 തൊട്ട് നിയമപരമായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ്റും ചേർന്ന് നടത്തുന്ന ഒരു തട്ടിപ്പ്. നമ്മുടെ കാശ് കൊണ്ടുപോയി. എങ്ങനെയാണെന്നല്ലേ, ഈ കൊണ്ടുപോയ കാശിൽ 55% പൈസയും ബെനിഫിറ്റും കിട്ടിയിരിക്കുന്ന BJP എന്ന് പറയുന്ന പാർട്ടിക്കാണ്. പിന്നെ കോൺഗ്രസിനും കിട്ടി കുറച്ച്, പിന്നെ വേറെ പാർട്ടിക്കൊക്കെ 50, 100, 200 ഒക്കെ കോടികൾ കിട്ടി. പക്ഷേ എന്തോ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അതിനകത്തൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള അറിവ്. അതൊരു പക്ഷേ കേരളത്തിലെ LDFന് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. ഇനി നമുക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാം. ഈ പൈസ എന്തിനിങ്ങനെ കൊടുത്തു? നേരിട്ട് ഡൊണേഷൻ കൊടുക്കാവുന്ന കാശിന് പകരം ബോണ്ട് വാങ്ങിച്ചു. അപ്പോൾ എന്താണ് ഈ ബോണ്ട്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കടപ്പത്രം ഇറക്കും, അതായത് ഒരു സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് ഇത് എവിടെയുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കോ എനിക്കോ ആർക്ക് വേണമെങ്കിലും പോയി മേടിക്കാമായിരുന്നു. ബാങ്കിൽ പോവുക, 10,000, 1 ലക്ഷം, 10 ലക്ഷം കോടി ഇങ്ങനെയുള്ള ഓരോ ഡിനോമിനേഷനിൽ വാങ്ങിക്കുക. ഈ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ടെങ്കിൽ പോരുക. ഇത് ക്യാഷൊന്നുമല്ല, ഇത് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ കമ്പനികളുടെ കറണ്ട് അക്കൗണ്ടിൽ നിന്നോ നിയമപരമായിട്ട് ബോണ്ട് വാങ്ങിക്കാനുള്ള ഒരു പ്രൊവിഷനാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ABCD എന്ന് പറയുന്നൊരു കമ്പനി ബോണ്ട് വാങ്ങിക്കുന്നു, സർട്ടിഫിക്കറ്റ് മേടിച്ച് ഇയാൾ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ അയാളുടെ ഓഫീസിലേക്ക് പോകുന്നു. എന്നിട്ട് ഇനിയാണ് അവിടെയാണ് കളി തുടങ്ങുന്നത്. ഈ സാധനം, ഈ പേപ്പർ ഇയാൾ കൊണ്ടുപോയിട്ട് ഈ കമ്പനിയുടെ ഓണർ അല്ലെങ്കിൽ കമ്പനിയുടെ ഫൈനാൻസിൻ്റെ ഹെഡ് കൊണ്ടുപോയി അവിടുത്തെ ലോക്കൽ പാർട്ടി നേതാവിന്, ജില്ലാ നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ നേതാവിന് ഈ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ പേരിൽ ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബോണ്ട് ഏത് പാർട്ടിക്ക് വേണമെങ്കിലും ആകാം. ഈ പാർട്ടിക്കാരൻ ഈ ബോണ്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചു അയാളുടെ അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോകുന്നു. അവിടെ ചെന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇതിൻ്റെ വാല്യൂ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക്, അതായത് പാർട്ടിയുടെ അക്കൗണ്ടിലേക്കായിരിക്കാം, ട്രാൻസ്ഫർ ചെയ്താക്കാൻ പറയുന്നു. സെയിം ഡേ ഈ എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. അപ്പോൾ ഈ ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് അവിടെ ഒരു എൻട്രി ഉണ്ടാകുന്നുണ്ട്. ആരുടെ അക്കൗണ്ടിലേക്കാണ്, BJPയുടെ അക്കൗണ്ടിലേക്കാണോ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്കാണോ ഏത് അക്കൗണ്ടിലേക്കാണ് മാറുന്നതെന്നുള്ളൊരു എൻട്രി അവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു എൻട്രി ഉണ്ടാകുന്നത് കൊണ്ട് ബാങ്കിൽ അതിൻ്റെ റെക്കോർഡുണ്ട്. പക്ഷേ ഈ കാശ് എവിടുന്ന് വന്നു എന്നുള്ളത് കാണിക്കേണ്ട ആവശ്യം പാർട്ടിക്കില്ല, കൊടുത്ത ആൾക്കും ഇല്ല, മണ്ടന്മാരെ നമുക്കുമില്ല, അതായത് പാവപ്പെട്ടവർക്ക്. എന്നിട്ടോ ഇത് പാർട്ടിയിലെ വലിയ സാറിൻ്റെ അടുത്തെത്തി. ഇതെന്തിനാണ് കൊടുക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ നേരിട്ട് ഡൊണേഷൻ കൊടുക്കുമല്ല, ആരും അറിയാതെ. അമ്മൂമ്മ പറഞ്ഞിട്ടുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്, തേങ്ങ ഇടം വരുന്നവനോ അവനെക്കുറിച്ച് പറയുന്നൊരു ജോക്കാണ്. പൊത്തൊന്ന് പൊയ്യാലൊന്ന്, കട്ടൊന്ന് കാണാതെ ഒന്ന്, അടിയൊന്ന് എടുത്തു, തമ്പ്രാനൊന്ന് തന്നു, പിന്നെ എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് ഒരെണ്ണം തരാവോ. ഇതെല്ലാം കൂടെ എത്രയേ നിങ്ങളതിനെ എണ്ണിക്കൂ. പോകാൻ നേരത്തെ തേങ്ങയുടെ എണ്ണേ മൊത്തത്തിൽ എങ്ങനെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 8-10 തേങ്ങയും കൊണ്ടാവും പോകുന്നു. അപ്പം അതിൻ്റെ അക്കൗണ്ടായി പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ, ഒന്ന് ഡൊണേഷൻ നേരിട്ടല്ലാത്തത്, പിന്നെ ആരും അറിയാത്തത്. ഈ കാശ് എന്തിനു കൊടുത്തു? കമ്പനിക്കാർ എന്തിനു കൊടുത്തു? ഈ റിലയൻസ് പോലുള്ള, അഡാനി പോലുള്ള വലിയ കമ്പനിക്കാർക്ക് ആയിരക്കണക്കിന് കോടി ടേൺ ഓവർ ഉണ്ട്. അവരൊരു 10, 15, 20 കോടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രശ്നമല്ല. അപ്പം അത് നേരിട്ട് ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ വേറെ ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ അടിച്ചു മാറ്റാനുള്ള ഒരു നിയമമാണ് അരുൺ ജെയ്റ്റ്ലി ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ കൊണ്ടുവന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാലും, ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്ക് വലിയ എക്സ്പ്രസ് ഹൈവേ പണി 2,500 കോടി ഒക്കെ പ്രോജക്റ്റാണ്. 30 കിലോമീറ്റർ 40 കിലോമീറ്റർ വെച്ച് ഓരോ കോൺട്രാക്ടർമാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ കോൺട്രാക്ടർമാർ
ആർക്കാണ് ഇതിന്റെ ഓർഡർ കിട്ടും? 2019 100 കോടി ഇതുപോലെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച് ഡൊണേഷൻ കൊടുത്ത കമ്പനിക്കാർ അവരുടെ ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി കൈക്കൂലി ഇൻ അഡ്വാൻസ് ആയിട്ട്, ബ്രൈബ് അഡ്വാൻസ് ആയിട്ട് കൊടുത്ത കാശാണിത്. ഞാനതാ പറഞ്ഞൊരു എക്സാമ്പിൾ. അതായത് 2020, 2021, 2022 ഒക്കെ വരുന്ന പ്രോജക്റ്റുകൾ, റോഡ് പണി ആയിക്കോട്ടെ, പാലം പണി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു കോംപ്ലക്സ് ഉണ്ടാക്കുന്നു, ഇതിന്റെ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു. ആ ഓർഡർ എനിക്ക് വേണം, അതിന്റെ അഡ്വാൻസ് കൈക്കൂലി ഇതാ പിടിച്ചു. 100 കോടിയുടെ പ്രോജക്റ്റ് ആണെങ്കിൽ ഒരു 10 കോടി ഇന്നാ പിടിച്ചു, നിങ്ങളുടെ കാശ് ആദ്യം തന്നെ ഞാൻ തരുവാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും മുകളിലിരിക്കുന്ന മോഡി സാർ ഉൾപ്പെടെയുള്ളവരും ധൈര്യമായിട്ട് വിളിച്ചു വീശിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് പിച്ചിലെ 10 സാൽസേ എന്നും പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പ്രസംഗിക്കുമായിരുന്നല്ലോ. ഇവിടെ അഴിമതിയില്ല, സ്കാമില്ല, ഞങ്ങൾ ആരുടെയും ഒന്നും മേടിച്ചിട്ടില്ല, ആർക്ക് വേണേ ബിസിനസ് തുടങ്ങാൻ എന്ന് പറഞ്ഞിരുന്നത്. അതിന്റെ രഹസ്യം ഇപ്പൊ പറയുന്നത് ഇവര് നേരിട്ട് ആരുടെയും ഒന്നും മേടിച്ചിട്ടില്ല. ഇന്നലെ വന്ന ന്യൂസാണിത്. 6000 കോടിക്ക് മുകളിൽ BJP ഗവൺമെന്റ് വാങ്ങിച്ചിരിക്കും. ചെറിയ എമൗണ്ട് ഇത്. പണ്ട് ഓർക്കുന്നുണ്ടോ? 400-430 കോടിക്ക് മറ്റാണ് അന്ന് രാജീവ് ഗാന്ധിയെ താഴെ ഇറക്കിയത്. ബോഫോസ് പ്രശ്നം പറഞ്ഞു, അഴിമതിയാണെന്ന് പറഞ്ഞു. അതിന്റെ എത്ര ഇരട്ടിയായി ഇപ്പൊ ഇവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്, ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് കാശ് കൊടുത്ത് അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞ ഓർഡർ. ഇതിന്റെ ഒരു ഷെയർ അവിടുത്തെ ലോക്കൽ നേതാവിനുണ്ട്, അവിടുത്തെ ലോക്കൽ MLA-ക്ക് കാണും, MP-ക്ക് കാണും, പിന്നെ പാർട്ടിയുടെ അങ്ങേയറ്റം വരെ ചെല്ലും. ഞാൻ BJP മാത്രമല്ല കേട്ടോ പറയുന്നത്. പക്ഷേ BJP ഗവൺമെന്റ് എന്ന് പറഞ്ഞതിന്റെ കാര്യം, ഈ നിയമം കൊണ്ടുവന്നത് BJP ഗവൺമെന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ BJP എന്നുള്ള കാര്യത്തിൽ ഞാൻ കൂടുതൽ എംഫസൈസ്. ഈ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള പേര് പറയുമ്പോഴത്തേക്ക് ഇലക്ഷന്റെ സമയത്ത് കൊടുത്താൽ അല്ലല്ലോ, അതല്ലേ ഇപ്പൊ രഹസ്യം പുറത്തു വന്നിരിക്കുന്നതല്ലേ. അതായത് 2019 100 കോടി കൊടുത്ത കമ്പനി അവൻ 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 50 കോടി കൊടുക്കുന്നു. ഇലക്ഷൻ ഒന്നുമില്ല, വീണ്ടും ഒരു 6 മാസം കഴിയുമ്പോൾ 3 മാസം കഴിയുമ്പോഴേ വീണ്ടും ഒരു 40 കോടി, 50 കോടി. കോയമ്പത്തൂരുള്ള ഒരു ലോട്ടറി കച്ചവടക്കാരൻ, അതായത് ഇന്ത്യയിലെങ്ങും വലിയ കാര്യമായിട്ട് ലോട്ടറി വിൽപ്പനയൊന്നും ഇല്ല. കേരള ലോട്ടറിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതുപോലെ ലോട്ടറി ബിസിനസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് നടത്തുന്നത്. പക്ഷേ ഈ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന പേര് മലയാളികൾക്ക് പലർക്കും അറിയാവുന്നതാണ്. അയാൾ 1300 കോടിയാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ 4 വർഷം കൊണ്ട്. സംഭാവന ഇലക്ട്രൽ ബോണ്ടാണ്. എന്തിനു കൊടുത്തു? ഇവിടെ ഇല്ലാത്തൊരു ബിസിനസ് എന്തിനു കൊടുത്തു കാശ്? 4-5 വർഷം മുമ്പ്, 2019 2018 ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, ഏകദേശം 400 കോടിയുടെ ഒരു പ്രോപ്പർട്ടി അറ്റാച്ച്മെന്റ് ED നടത്തിയായിരുന്നു ഈ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ. അയാളൊരു വില്ലൻ. വേറെ ചില വില്ലന്മാരുടെ ലിസ്റ്റ് ഉണ്ട്. ഏകദേശം 17,000 എൻട്രീസ് ആണ്. നമുക്കൊന്ന് ലിസ്റ്റ് മൊത്തം വായിച്ചെടുക്കണേ തന്നെ ഒരു ദിവസം കൊണ്ടും തീരില്ല. എന്നാലും ഞാൻ ആ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയ കുറെ ഡാറ്റ അത് വെച്ച് അനലൈസ് ചെയ്ത് ആദ്യത്തെ കുറെ കമ്പനികളുടെ പേരൊക്കെ ഒന്ന് നോക്കി. ഇതിനകത്തെങ്ങും റിലയൻസ് എന്നോ അഡാനി എന്നോ ടാറ്റ എന്നോ അല്ലെങ്കിൽ വേറെ ബിർള എന്നോ ഒന്നും കാണുന്നില്ല. അപ്പൊ ഇവരെല്ലാം വലിയ കമ്പനിക്കാർ, വലിയ സാർമാരല്ലേ, അവരൊക്കെ നല്ല സംശുദ്ധമായിട്ടുള്ള ബിസിനസ് നടത്തുന്നവരായിരിക്കും അല്ലേ. ഇവരാരും ഇങ്ങനെ ബോണ്ടൊന്നും മേടിക്കത്തില്ല. അല്ല, അവിടെയല്ലേ കാര്യം. ഇവർക്കൊക്കെ വേറെ സബ്സിഡറി കമ്പനികളുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, അതിന്റെ പേര് SL മൈനിങ് ഇൻഡസ്ട്രീസ്. കേട്ടിട്ടുണ്ടോ ഇതിന്റെ കമ്പനിയെ കുറിച്ച്? ഇല്ല. ഇത് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഒരു കമ്പനിയാണ്, മൈനിങ് കമ്പനിയാണ്. 5400 കോടി ടേൺ ഓവർ ആണ് കഴിഞ്ഞ വർഷം കാണിച്ചത്. പ്രോഫിറ്റ് 1567 കോടി. ഏകദേശം 20%, ഏകദേശം 22% പ്രോഫിറ്റ് ആണ് ആ കമ്പനിക്കുള്ളത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സേഷൻ. ഇത്രയും പ്രോഫിറ്റ് എവിടെ നിന്നുണ്ടാക്കി? അപ്പൊ എന്തൊക്കെയോ എവിടെയൊക്കെയോ ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട് അല്ലേ. മൈനിങ് ആണ്. കിലോമീറ്റർ കണക്കിന് സ്ഥലം അവർക്ക് അങ്ങ് കിട്ടുകയാണ്. അവിടെ മൈനിങ് നടത്തുന്നു, അവരെന്തൊക്കെയോ അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ളവരെ വിൽക്കുന്നു. ഹ്യൂജ് പ്രോഫിറ്റ്. പക്ഷെ ബിർള എന്നുള്ള പേര് അവിടെയൊന്നും ഇല്ല. ഇനി PHL ഫൈൻവെസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, PRL ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, 2 കമ്പനികളാണ്. ഇതും ആരും കേട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ കേൾപ്പിക്കാം. P എന്ന് പറയുമ്പോഴത്തേക്കും പെരുമേൽ ഗ്രൂപ്പ്. 2-ാമത്തെയും P. ഈ പെരുമേൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുകേഷ് അംബാനിയുടെ മകളെ കെട്ടിയ ആ ഫാമിലി. ഇപ്പൊ മനസ്സിലായല്ലോ. 2014 പീയൂഷ് ഗോയൽ, അത് നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും, കേന്ദ്രമന്ത്രിയാണ്. പീയൂഷ് ഗോയൽ എന്ന് പറയുന്ന ആള് അയാളുടെ ഒരു കമ്പനി ഈ പെരുമേലിന് വിൽക്കുന്നു. അന്ന് പത്രത്തിൽ വന്നതാണ്. പ്രീമിയം വാല്യൂവിനാണ് കൊടുക്കുന്നത്. പീയൂഷ് ഗോയലിന്റെ ഒരു കമ്പനി പെരുമേലിന് കൊടുക്കുന്നു. പെരുമേൽ അത് ടേക്ക് ഓവർ ചെയ്യുന്നു. 1000 കോടിയുടെ ഇടപാട് നടക്കുന്നു. പക്ഷേ ഇതിനൊന്നും ഇത്രയൊന്നും വിലയൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ അന്ന് CBI അന്വേഷിക്കും എന്തൊക്കെയൊക്കെ ചെയ്തതാണ്. പക്ഷേ കേന്ദ്രമന്ത്രി അല്ലായില്ലേ. ഈ പീയൂഷ് ഗോയൽ ഇതൊക്കെ വിറ്റിട്ട് പെരുമേലിന് കൊടുത്തു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതിൽ കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു. പരിപാടി കഴിഞ്ഞു. പത്രത്തിലോ TVയിലൊക്കെ ന്യൂസ് വന്നു, തീർന്നു, പോയി. കെവൻഡർ ഫുഡ് പാർക്ക് ഇൻഫ്രാ ലിമിറ്റഡ്, ആരും കേട്ട് കാണത്തില്ല. ഇത് കൽക്കട്ട ഭാഗങ്ങളിലെല്ലാം ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ വിൽക്കുന്നുണ്ട്. ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഇവർ ടേൺ ഓവർ തന്നെ 1000 ക്രോസിന് താഴെയാണ്. പക്ഷെ ഇവർ കൊടുത്ത ഈ ബോണ്ട് വാങ്ങിച്ച് എത്ര രൂപയ്ക്കായിരുന്നു? 500 കോടിക്ക് മുകളിൽ. അവരുടെ തന്നെ ഒരു കമ്പനിയാണ് മദൻലാൽ ലിമിറ്റഡ്. ഈ 2-3 കമ്പനികൾ ചേർന്ന് 500 കോടിക്ക് മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ടേൺ ഓവർ പോലും അത്രയില്ല. ഇവരുടെ പ്രോഫിറ്റ് 2 കോടി പ്രോഫിറ്റ് ഉള്ള കമ്പനി കഴിഞ്ഞ 4 വർഷം കൊണ്ട് 500 കോടി ബോണ്ട് രേഖ കൊടുത്തു. എനിക്കിത് ഒട്ടും മനസ്സിലാവുന്നില്ല. എവിടുന്ന് കൊണ്ടുവന്ന് ഈ കാശ്? ഈ പ്രോഫിറ്റ് ഇല്ലാത്തൊരു കമ്പനി എവിടുന്നോ കാശ് കൊണ്ടുവന്നിട്ട് ബോണ്ട് വാങ്ങിച്ചിട്ട് പാർട്ടിക്ക് കൊടുക്കും. അതിന് മമതയ്ക്കാണോ പോയത്, BJPക്കാണോ പോയെന്നുള്ള വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാനിരിക്കുന്നുള്ളൂ. വെയിറ്റ് ആൻഡ് വാച്ച്. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കോൺട്രാക്ട് കമ്പനിയാണ്. റോഡ് പണിയുന്നു, ഡാം പണിയുന്നു, ടണൽസ് പണിയുന്നു. അതായത് മൈനിങ്ങിനൊക്കെയുള്ള വലിയ ടണൽസ്. കുറച്ച് 2-3 മാസം മുമ്പ് ഒരു സിൽക്കിയാര ടണൽ 15 ദിവസമുള്ള വർക്ക് കൊണ്ടുവെക്കുന്നുണ്ടല്ലോ. വർക്കേഴ്സ് എല്ലാം അതിനകത്ത് പെട്ടുപോയി. എന്നിട്ട് കുറെ ദിവസങ്ങൾ 10-15 ദിവസം കഴിഞ്ഞിട്ട് അവരെയൊക്കെ പുറത്തെടുത്ത് നിന്ന് ഈ ടണൽ ഇടിഞ്ഞു പോയതാണ്. ഈ ഇടിഞ്ഞ ടണലിന്റെ നിർമ്മാണത്തിൽ പങ്കുണ്ടായിരുന്ന ഒരു കമ്പനിയാണ് ഈ മേഘ എഞ്ചിനീയറിംഗ്. അവിടെയും എന്തൊക്കെ മാനിപ്പുലേഷൻസ്, അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനോയുക്തി പോലെ അങ്ങ് ഊഹിച്ചോളുക. വേറൊരു വലിയൊരു എഞ്ചിനീയറിംഗ് നവയുഗ
എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്. ഇതും പൊതുവെ മലയാളികളൊന്നും കേൾക്കാത്തൊരു കമ്പനി. ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഇവരുടെ അസോസിയേറ്റ്, ഇവരുടെ സബ്സിഡിയറി, ഈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പറയുന്ന 32 കമ്പനി ഇവരുടെ അസോസിയേറ്റ് കമ്പനികളും 21 കമ്പനി ഇവരുടെ സബ്സിഡിയറി കമ്പനികളും. ഇത്രയും കമ്പനിയുടെ പേര് ഓർത്തിരിക്കാൻ തന്നെ എന്തൊരു പാടായിരിക്കും. ഇത് ആരുടെ കമ്പനിയാ? ജഗൻമോഹൻ റെഡ്ഡി, YSR, ഇപ്പോഴത്തെ ആന്ധ്ര ചീഫ് മിനിസ്റ്റർ, പിന്നെ മെട്രിക്സ് ലബോറട്ടറീസിന്റെ MD പ്രസാദ്, ഇവരെല്ലാം കൂടി ചേർന്ന് വലിയ കളി കളിച്ച് ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ കാശ്. ജഗൻമോഹൻ റെഡ്ഡി ഏകദേശം 1 വർഷത്തോളം ജയിലിലായിരുന്നു. പിന്നെ ആൾക്കാരുടെ കഥ പറഞ്ഞ് പറ്റിച്ചാൽ ചീഫ് മിനിസ്റ്ററായി. അത് കഴിഞ്ഞിട്ടോ CM ആയപ്പോ തൊട്ട് അയാളുടെ വീട്ടിലേക്കോ അയാളുടെ ഓഫീസുകളിലേക്കോ ഒരു റെയ്ഡും ഇല്ലൊന്നും. സമാധാനം. 20,000 കോടിയുടെയൊക്കെ മാനിപ്പുലേഷൻ നടത്തി എന്ന് പറഞ്ഞിരുന്ന ആളാണ്. അയാളെ ഒന്നും ചെയ്യാതെ അയാളോട് ചീഫ് മിനിസ്റ്റർ ആയിട്ട് വിലസുന്നത്. ഇപ്പോഴും കണ്ടവാനം കാശൊക്കെ മേടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ സെഗ്മെന്റിൽ നിന്നും എല്ലാ ബിസിനസിനകത്തും പുള്ളിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പുള്ളി കാശ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമ്മുടെ സംശുദ്ധമായ BJP ഗവൺമെന്റ് ഒരു അന്വേഷണത്തിനായിട്ട് ആരെയും അവരുടെ ഓഫീസിലേക്ക് എങ്ങും വിടുന്നുമില്ല. ഒരു അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെയൊക്കെ പോവുക. CBI തൽക്കാലം CBI കൂടെ ഉണ്ടായിരിക്കും. ജഗനെ വിട്ടേക്ക്. ഇൻഫോടെൽ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇൻഫോടെൽ ബിസിനസ് സൊല്യൂഷൻസ്, ഈ 2 കമ്പനികൾ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതെ, പക്ഷെ അവർ ടെലികോം കമ്പനികളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇൻഫോടെൽ അവര് ഇവിടെ ഓരോ സ്പെക്ട്രം മേടിക്കുന്നു കേട്ടിട്ടില്ലേ? ഈ കമ്പനിയെ 4,800 കോടി രൂപയ്ക്ക് അംബാനി വാങ്ങിച്ചതാണ്. മുകേഷ് അംബാനി വാങ്ങിച്ചതാണ്. അങ്ങനെയാണ് അതൊക്കെ ചേർത്താണ് ഇവർ ഈ ജിയോ എന്ന് പറയുന്ന സാധനം ലോഞ്ച് ചെയ്തത്. അംബാനിയുടെ ഒരു ബേബിയാണ് ഇൻഫോടെൽ എന്ന് പറയുന്ന സാധനം. ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു അംബാനിക്കും അഡാനിക്കും ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടെന്ന്. ഇഷ്ടം പോലെ ഉണ്ട്, ഇനിയും വരുന്നു. ഞാൻ മുഴുവൻ ലിസ്റ്റൊന്നും നോക്കിയില്ല. DLF കൊമേഴ്സ്യൽ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ്, DLF ലക്ഷറി ഹോംസ് ലിമിറ്റഡ്, ഡൽഹിയിലുള്ളൊരു കമ്പനിയാണ്. റോബർട്ട് വദ്ര, സോണിയാഗാന്ധിയുടെ മരുമാനുമായിട്ടുള്ള ലിങ്കിന്റെ പേരിലൊക്കെ ഒത്തിരി പത്രത്തിലൊക്കെ വാർത്ത വന്നതാണ് ഈ DLFും കാര്യമായിട്ട് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഈടെ അങ്ങോട്ട് പിന്നെയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കേട്ടു. പക്ഷെ കുറെ നാളൊക്കെ ലോസിലൊക്കെ പോയത്. ഈ ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്തും ഇവരും 100 കണക്കിന് കോടി കൊടുത്തു. ആർക്ക് കൊടുത്തെന്ന് അറിയില്ല. അതിന് കോൺഗ്രസിനാണോ BJPക്കാണോ അറിയത്തില്ല. അവരും കൊടുത്തു. ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് ഡൊണേഷൻ കൊടുക്കുക എവിടുന്ന കാശ്? കടം മേടിച്ചു കാണും അല്ലേ? വേദാന്ത ലിമിറ്റഡ്, അടുത്തൊരു കമ്പനി, ഒരു അഗർവാളിന്റെയാണ്. അനിൽ അഗർവാൾ എന്ന് തോന്നുന്ന പേര്. എപ്പോഴും കുറെ ഓഫറുമായിട്ട് വരും. അതായത് നമ്മുടെ നരേന്ദ്രമോദി ഓഫറും കൊണ്ട് വരുന്ന പോലെയാണ് പദ്ധതികൾ വരും. ഈ പദ്ധതികളൊക്കെ 2,000 കോടി, 5,000 കോടി, 10,000 കോടി തുടങ്ങി വെച്ച് കുറച്ച് പേർക്ക് ഓർഡർ കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ പദ്ധതി നേരെ പോയിന്ന് കാണും. ചിലതൊക്കെ പൊങ്ങി വരും, ചിലതൊക്കെ വർഷങ്ങളോളം ഇങ്ങനെ നീണ്ടു നിൽക്കും. ഞാനൊരിക്കലും ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലേക്ക് 2 തവണ വരും. ഈ 10 വർഷത്തിനുള്ളിലേക്ക് കൊച്ചിൻ മെട്രോ ഒഴികെ ഏതെങ്കിലും പദ്ധതി, നരേന്ദ്രമോദിയുടെ പദ്ധതി ഇവിടെ കേരളത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? 10 വർഷമായിട്ട് ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ പറ്റാത്ത കമ്പനി ഈയിടെയും കൊണ്ട് 6,000 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് പോകുന്നത് കേട്ടു. അതിന് മുമ്പ് 2,500 കോടിയുടെ കാര്യമൊക്കെ പറയുന്നത്. എന്തിനാണ് പാടാ ഈ പദ്ധതി എല്ലാം കൂടെ? ഈ പദ്ധതി എല്ലാം എന്തിനാണ്? ഒരു പദ്ധതി വെക്കുമ്പോൾ തന്നെ 100 കണക്കിന് കോടിയായിട്ട് ഇതുപോലെ ബോണ്ട് മേടിക്കാനായിട്ട് ആൾക്കാർ വരും. അങ്ങനെ കുറെ കാശും കിട്ടും. ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ്? ഇവർക്കെല്ലാം ഈ പറഞ്ഞ കൈക്കൂലി ഇല്ലാതെ, കറപ്ഷൻ ഇല്ലാതെ ഇവിടെ ഭരിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ കോൺഗ്രസ്സുകാർ നേരെ അക്സെപ്റ്റ് ചെയ്യാറ് ഞങ്ങൾ ഇച്ചിരി കാശൊക്കെ മേടിക്കുന്നവരാണ്. ഇപ്പം അങ്ങനെയല്ല. BJP എന്ത് ചെയ്ത് മൊത്തത്തിൽ ആ ഇന്ത്യൻ ഡെമോക്രസി തന്നെ മാറ്റിമറി. കറപ്ഷൻ ഇല്ലാത്ത ഭരണം. എനിക്ക് അവിടെയാണ് സങ്കടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. 10 വർഷമായിട്ട് ന്യൂസ് പേപ്പറിലും ചാനലിലും ഒക്കെ തപ്പുമായിരുന്നു. എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമോ? ഈ പാർട്ടി വല്ല കറപ്ഷനും കാണിക്കുന്നുണ്ടോ? ഒന്നുമില്ല. കൈയും കാലും പൊക്കി TV ആക്ടറെ പോലെ ഇങ്ങനെയൊക്കെ കൈയൊക്കെ വീശി കാണിക്കുന്ന ഒരു ഫൈനാൻസ് മിനിസ്റ്റർ നമുക്കുള്ളത്. നിർമ്മല സീതാരാമൻ വളരെ പൊളൈറ്റ് ആയിട്ട് അങ്ങനെ കാര്യമായിട്ട് ആഭരണമൊന്നും ഇടാതെ, ഒരു ലക്ഷ്യമൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് പാർലമെന്റിൽ വരുന്നു, പ്രസംഗിക്കുന്നു, വീശുന്നു. എനിക്ക് ആരുടെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ആരുടെ ഒന്നും വേണ്ട. എന്നിട്ട് എന്താ ഇപ്പം 6,000 കോടി മേടിച്ച് എവിടെ കൊണ്ടുപോയി? ഇതൊരു സ്കാമാണോ അല്ലയോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. എന്നിട്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുക. എന്റെ ഈ റിപ്പോർട്ട് ഇവിടെ തീരുന്നില്ല. ബാക്കിയുള്ള കുറെ കമ്പനികളുടെ ലിസ്റ്റൊക്കെ എടുക്കാനുണ്ട്. 1-2 ദിവസത്തിനകം അതും ഞാൻ എടുത്ത് ഇതിന്റെ ഒരു പാർട്ട് 2 കൂടെ വരുന്നുണ്ട്. അതുവരെ നമസ്കാരം.